ഇന്ന് എൻ്റെ കൂടെ രാവിലെ ചായ കുടിക്കാനായിട്ട് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ഹസ്ബൻഡ് 10 ദിവസത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ദുബായിൽ നിന്ന് തിരിച്ചു വന്നു. ഹസ്ബൻഡിന് ചായ കുടിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഇപ്പം തന്നെ ഒന്ന് പുറത്തോട്ട് പോകേണ്ടതുണ്ട്. എനിക്ക് തരക്കേടില്ലാത്ത രീതിയിൽ ഒച്ചടപ്പും തുമ്മലും അതുപോലെ മൂക്കൊലിപ്പൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതൊരു അവധി ദിവസം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ജലദോഷം എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗാർഡൻ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്തണം എന്നുള്ളത്. ഒരു ചെറിയ ടിന്ന് പെയിന്റ് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസങ്ങളായി. മഴയൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെടിച്ചട്ടിക്ക് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചാണ് പെയിന്റും പാട്ടൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇന്നത്തെ ഗാർഡൻ ബ്യൂട്ടിഫിക്കേഷൻ അവസാനം നമുക്ക് എന്തായാലും ചട്ടിക്ക് പെയിന്റ് അടി മാത്രം നടന്നില്ല. ബാക്കി ഒരുവിധം അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്, കാരണം പ്ലാനിങ്ങിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഗാർഡനിൽ ബ്യൂട്ടിഫിക്കേഷന് സമയത്ത് വന്നായിരുന്നു. ആദ്യം ഒരു തണ്ട് ചെടി നട്ടുകൊടുത്ത സിങ്കോണിയത്തിന്റെ ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. ഓൾറെഡി ഉണ്ടായിരുന്ന ആ ചട്ടിയിലോട്ട് ചെടിയുടെ കൂടെ ഒരു തണ്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നനച്ചു കൊടുത്തു. നട്ടാൽ നനയ്ക്കണമെന്നാണല്ലോ പറയുന്നത്. പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന സ്നേക്ക് പ്ലാന്റ്. ഇത് ധാരാളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ സ്വമേധയാ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് കുറച്ച് ഈ സ്നേക്ക് പ്ലാന്റ് ഡൊണേറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയി. ഞാൻ അവിടുന്ന് തന്നെ കുറച്ച് ചെടി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഞാൻ പിടിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ചെറിയ ചട്ടിയിൽ മണ്ണും പോട്ടി മിക്സും കൂടെ നിറച്ചു കൊടുക്കുന്നത് ഈ സ്പൈഡർ പ്ലാന്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നടുവാണ്. സ്പൈഡർ പ്ലാന്റ് ഹാങ് ചെയ്ത് ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു പരീക്ഷണമാണ്. കാരണം ഒരുപാട് നനച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കെയറിങ് ഒന്നും ഇല്ലെങ്കിലും നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ഇണങ്ങി കിട്ടുന്നൊരു ചെടിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു ചേഞ്ചിന് അല്ലെങ്കിൽ ഒരു പരീക്ഷണം പോലെ ഈ സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ചെടിയായിട്ട് ഇടാമെന്ന്. ഇതിപ്പോൾ ചട്ടിയാണോ ചെടിയാണോ ഹാങ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി തന്നെയാണ്. മുറ്റത്ത് നല്ല രീതിയിൽ പുല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിലും നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ മുറ്റം ഒന്ന് വിനയപ്പെടുത്താനായിട്ട് ഒരു ചേട്ടനെ നമ്മൾ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ജോലി ഒരു വശത്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഗാർഡനിങ് ഒരു വശത്ത് ചെയ്യുന്നു. സ്പൈഡർ പ്ലാന്റ് ഹാങ് ചെയ്തതിന് വേണ്ടിയിട്ട് മൊത്തം 10 ചട്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിൽ 8 എണ്ണം നമ്മളിതുപോലെ പൊട്ടി മിക്സ് മണ്ണ് കൂടെയൊക്കെ നിറച്ച് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു ചട്ടി ഹാങ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. എൻ്റെ ഒരു ഐഡിയ അത് ഫ്ലോപ്പായെന്നാണ് വിചാരിച്ചത്. പക്ഷേ 8 എണ്ണം ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് സന്തോഷമായി. ഒരുവിധം കുഴപ്പമില്ല, ഭംഗിയുണ്ട് കാണാൻ. ഹോളോ ബ്രിക്സിൻ്റെ ഒരു നേരെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അവിടെ കൂടെ എന്തെങ്കിലും ചെടി വെക്കണം. അപ്പോൾ എത്ര ചെടിച്ചട്ടി കൊള്ളും എന്നുള്ളതാണ് ഞാനിപ്പോൾ എണ്ണി നോക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ബിയർ ബോട്ടിലിൻ്റെ പച്ചയും അതുപോലെ നീലയായിട്ടുള്ള ബോട്ടിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മണിപ്ലാന്റ് നടാനായിട്ട് വെള്ളം ഒഴിച്ച് കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് മണിപ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതിപ്പോൾ എം ടി ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിലെല്ലാം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി മണിപ്ലാന്റ് കൂടെ നമ്മൾ ചെടി തന്നെ എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെടിച്ചട്ടിക്കൊക്കെ ഇനി പെയിന്റ് അടിച്ച് കൊടുക്കാനുണ്ട്. എന്നാലും ഈ ഒരു ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ ചെടിപ്പണി തുടങ്ങിയപ്പോൾ തൊട്ടേ എൻ്റെ കൂടെ ഒരു പട്ടിക്കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഏതോ ഒരു തള്ളപ്പട്ടി പ്രസവിച്ച് 4 കുഞ്ഞുങ്ങളിൽ ഒരെണ്ണമാണത്. ഒരു 1.5 ആഴ്ച കൊണ്ട് ഇവരിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അന്തേവാസികളാണ്. ഗാർഡൻ ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം ഗാർഡൻ ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.